എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ചെട്ടിനാടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാൽ, അതിലേക്കായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ലോണം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസും 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ കടായി ഒന്ന് ചൂടാകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങയോളുണ്ട്. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. തേങ്ങ എന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ സാദാ ജീരകം, 2.5 ടീസ്പൂൺ കുരുമുളക്, ഒരു 4-5 കാശ്മീരി മുളക്, മുഴുവനോടെയുള്ള മുളകാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ഏലയ്ക്ക, ഒരു 4 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഇതിനെ നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ 3 തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് നല്ല പേസ്റ്റാക്കി എടുക്കാം. തക്കാളി ഇവിടെ നല്ലോണം പേസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മസാലയും ചേർത്തിട്ടുള്ള കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം ഞാനിവിടെ ഒരു 3-4 ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച കസ്കസും കാഷ്യൂ നട്ട്സും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് നമുക്ക് നല്ലോണം അരച്ച് പേസ്റ്റാക്കി എടുക്കാം. മസാല ഇവിടെ നല്ലോണം പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവോള നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഇവിടെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തേക്ക്. ഞാനിപ്പോൾ ഇവിടെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരു 7-8 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തേക്ക്. അപ്പോഴത്തേക്ക് ചിക്കൻ ഒരു ഹാഫ് ബോയിലായി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ടൊമാറ്റോ പ്യൂരിയാണ്. ടൊമാറ്റോ പ്യൂരിയും ചേർത്തിട്ട് അതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ കുക്ക് ചെയ്തിട്ട് ഈ ടൊമാറ്റോ എല്ലാം ചിക്കനിലോട്ട് പിടിച്ചിട്ട് ഇതിൽ നിന്ന് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരത്തേക്കും കുക്ക് ചെയ്തെടുത്തേക്കുക. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതിയാവും. ചിക്കനിൽ നിന്ന് ഓയിലെല്ലാം നല്ലോണം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ ആ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം.
മസാല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊന്ന് ഇട്ട് കൊടുത്തേക്കുക. അതിനുശേഷം നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീരും ഏകദേശം ഒരു 3 കപ്പോളം ചൂടുവെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഗ്രേവിയെല്ലാം നല്ലവണ്ണം തിക്കായി വരും. ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവി എല്ലാം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കന് നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് തൂകി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.